വർഷങ്ങളായി തകർച്ച നേരിടുന്ന പശ്ചിമ ബംഗാളിന്റെ വ്യാവസായിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ വിപുലമായ പദ്ധതികളുമായി സുവേന്ദു അധികാരി സർക്കാർ. സംസ്ഥാനത്തിന്റെ വ്യാവസായിക പ്രതാപം തിരിച്ചുപിടിക്കാൻ പുതിയ നയരൂപീകരണത്തിന് സർക്കാർ തുടക്കമിട്ടു. നിക്ഷേപകരെ ആകർഷിക്കാൻ ഭൂമി ലഭ്യമാക്കൽ, ചുവപ്പ് നാടകൾ ഒഴിവാക്കൽ, ക്രമസമാധാന നില ഉറപ്പാക്കൽ എന്നിവയ്ക്കാണ് പുതിയ സർക്കാർ മുൻഗണന നൽകുന്നത്. പശ്ചിമ ബംഗാളിൽ വലിയൊരു വ്യാവസായിക മുന്നേറ്റത്തിന് അടിത്തറയിടുകയാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ BJP സർക്കാർ. മുൻ ഭരണകാലങ്ങളിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനം വിട്ടുപോയ വൻകിട നിക്ഷേപകരെയും വ്യാവസായിക ഗ്രൂപ്പുകളെയും തിരികെ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി സമഗ്രമായ ഒരു വ്യവസായ നയം അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. ഭൂമി ഏറ്റെടുക്കലിലെ സുതാര്യത ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. വ്യവസായങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സമില്ലാതെ ഭൂമി ലഭ്യമാക്കാൻ പ്രത്യേക ലാൻഡ് ബാങ്ക് സംവിധാനം കാര്യക്ഷമമാക്കും. മുൻകാലങ്ങളിൽ ബംഗാളിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് തിരിച്ചടിയായ തൊഴിൽ പ്രശ്നങ്ങളും ഭരണപരമായ ചുവപ്പ് നാടകളും പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഉറപ്പു നൽകുന്നു. നിർമ്മിത ബുദ്ധി, ഡാറ്റാ സെന്ററുകൾ, ഗ്രീൻ എനർജി തുടങ്ങിയ അത്യാധുനിക മേഖലകൾക്ക് പ്രത്യേക പാക്കേജുകൾ അനുവദിക്കുവാനും നീക്കമുണ്ട്. വ്യവസായങ്ങൾ സുഗമമായി നടത്തുന്നതിന് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനം കൂടുതൽ ശക്തമാക്കും. നിക്ഷേപകർക്ക് സുരക്ഷിതമായ അന്തരീക്ഷമൊരുക്കാൻ സംസ്ഥാനത്തെ ക്രമസമാധാന നില കർശനമായി നിലനിർത്തുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാളിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുവാനും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ലക്ഷ്യമിട്ടുള്ള ഈ വ്യാവസായിക തിരിച്ചുവരവ് വലിയ പ്രതീക്ഷയോടെയാണ് ബിസിനസ് ലോകം നോക്കിക്കാണുന്നത്. ജനം, ഡൽഹി.